അത് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കമുള്ള പദ്ധതികൾ വന്ദേ ഭാരതിന് ഇന്നലെ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തതുപോലെ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയുടെ ഗതാഗത കുതിപ്പിന് വികസന കുതിപ്പിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചുവട് എന്ന് പറയാവുന്ന വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം അദ്ദേഹം ഇന്നലെ നിർവഹിച്ചിരുന്നു. വാട്ടർ മെട്രോയുടെ ആദ്യ സർവീസ് ഇന്ന് ഇപ്പോൾ രാവിലെ തുടങ്ങി. അത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിനിലേക്കാണ് ആദ്യ സർവീസ് തുടങ്ങിയത്. ഇതിൽ KMRL MD ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അനഘ നരുക്കുനി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അനഘ, കൊച്ചിയെ സംബന്ധിച്ച് വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ പകരുന്ന ഒരു വാർത്തയാണ്. കൊച്ചിയുടെ വികസന കുതിപ്പിന് തന്നെ വലിയ ഒരു പ്രധാനപ്പെട്ട ചുവടാകുന്ന ഒരു കാൽവയ്പ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കൊച്ചിയിലെ ഗതാഗത കുരുക്കിനും ഒരു പരിധിവരെ ഒരു പക്ഷേ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. എങ്ങനെയായിരുന്നു ആദ്യ സർവീസ്? രാവിലെ 7-ന് ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്നും ആരംഭിച്ച യാത്ര കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുകയായിരുന്നു. കായലിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള യാത്ര തങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. ആദ്യത്തെ യാത്രയിൽ മെട്രോയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ പറയായിരുന്നു, ഇവിടെ പുറത്തുള്ള കാഴ്ചകൾ തന്നെ നമുക്കൊരു പ്രത്യേകതയാണ്. സാധാരണ നിലയിലുള്ള ഒരു പൊതുഗതാഗതത്തിൻ്റെ സംവിധാനമേ അല്ല. എയർ കണ്ടീഷനൊക്കെ ചെയ്ത് ഈ ചൂടത്തും ഇതൊന്നും അറിയാതെ നമ്മൾ യാത്ര ചെയ്യുന്നു. പുറത്തേക്ക് നോക്കിയാൽ സുന്ദരമായ കാഴ്ചകളും. അത് എന്തുകൊണ്ടും കൊച്ചിയുടെ ഗതാഗത ഭൂപടത്തിന് വലിയ മാറ്റം വരുത്തി തീർക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ്. ആളുകൾ അനുദിനം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി മാറുന്നുള്ളതിൽ ഒരു സംശയമില്ല. വാട്ടർ മെട്രോയുടെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റയും പങ്കുവച്ചു. We start the operation which will be very beneficial to the islanders. Let them actually enjoy this, and we will actually increase the frequency as per the number of boats we are getting. And we started today, and the more number of boats will be placed into service. So there will be certainty of the people to travel. നിരവധി ആളുകളാണ് വാട്ടർ മെട്രോയുടെ ആദ്യ സർവീസ് യാത്രയിൽ പങ്കെടുത്തത്. 20 രൂപയാണ് ഈ റൂട്ടിലെ ടിക്കറ്റ് നിരക്ക്. തിരക്കുള്ള സമയങ്ങളിൽ ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിൽ ഓരോ 15 മിനിറ്റിലും ബോട്ട് സർവീസ് ഉണ്ടാവും. രാത്രി 8 വരെയാണ് സർവീസ് നടത്തുക. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 8 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് വാട്ടർ മെട്രോയുടെ ഭാഗമായുള്ളത്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ബോട്ടുമായി ഒരേ ലെവലിൽ നിൽക്കാവുന്ന ഫ്ലോട്ടിംഗ് ജെട്ടികളും യാത്രക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കാൻ പാസഞ്ചർ കൺട്രോളിംഗ് സിസ്റ്റവും ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 ബോട്ടുകൾ സർവീസ് നടത്തും. മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.